മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തിനിടയാക്കിയ വിമാനാപകടത്തിൽ വിശദവും സുതാര്യവുമായ അന്വേഷണം നടക്കുമെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രി റാം മോഹൻ നായിഡു. ഗോ റൌണ്ട് നടപടിക്ക് ശേഷം പൈലറ്റുമാർക്ക് ബരാമതി എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും ലാൻഡിംഗ് ക്ലിയറൻസ് നൽകിയിരുന്നതായി മന്ത്രി വ്യക്തമാക്കി. വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ടായിരുന്നില്ല എന്നാണ് പ്രാഥമിക നിഗമനം. മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഉൾപ്പെടെയുള്ളവരുടെ മരണത്തിനിടയാക്കിയ വിമാനാപകടത്തിൽ വിശദവും സുതാര്യവുമായ അന്വേഷണം നടക്കുമെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രി റാം മോഹൻ നായിഡു വ്യക്തമാക്കി. രാവിലെ 8:48 വിമാനത്തിൽ നിന്ന് ആദ്യം എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെടുന്നത്. ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും റൺവേ ദൃശ്യമല്ലെന്ന് റിപ്പോർട്ട് ചെയ്തു. ഗോ റൌണ്ട് നടപടിക്ക് ശേഷം റൺവേ കാണാമെന്ന് പൈലറ്റ് അറിയിച്ചതോടെ ബാരാമതി എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് ലാൻഡിംഗ് ക്ലിയറൻസ് നൽകിയിരുന്നതായും റാം മോഹൻ നായിഡു വിശദീകരിച്ചു. करीब 8:48 AM के आसपास तो उस समय विजिबिलिटी थोड़ा पूर था उधर, और जब ATC बारामती से उनका जो कांटेक्ट हो रहा था फ्लाइट के लिए पायलट से, तो ATC वालों ने पूछा कि क्या रनवे साइट में है, तो उनके तरफ से आए कि रनवे साइट में अभी नहीं है. जब दोबारा लैंड करने आए तब भी उनसे पूछा गया था कि विजिबिलिटी है कि नहीं रनवे का. तो उसके बाद पहले तो उनका समाधान नहीं है, फिर उसके बाद आया कि विजिबिलिटी है. तो लैंडिंग क्लियरेंस जैसी ATC ने दिया, उसके बाद तुरंत देखा गया कि ये एक्सीडेंट हुआ है. ലാൻഡ് ചെയ്യാൻ അനുമതി നൽകിയ ശേഷം പിന്നീട് വിമാനവുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്നും DGCA എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രത്യേക സംഘവും അന്വേഷണം നടത്തുന്നുണ്ടെന്നും സിവിൽ ഏവിയേഷൻ മന്ത്രി വ്യക്തമാക്കി. VSR വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഓഫീസിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ വിവരശേഖരണം നടത്തി. അജിത് പവാർ സഞ്ചരിച്ചിരുന്ന 2010 നിർമ്മിച്ച ഇരട്ട എഞ്ചിൻ വിമാനത്തിന് യന്ത്രത്തകരാർ ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രാഥമിക നിഗമനം. ജനം, ഡൽഹി.